എല്ലാ ഞായറാഴ്ചത്തെ പോലെ അല്ല കേട്ടോ. ഇന്ന് പള്ളിയിലേക്ക് കയറിയപ്പോൾ ഒരു ഹെവി ഹാർട്ടോടു കൂടിയാണ് ഞാൻ കയറിയത്. ഞങ്ങളുടെ ഈ കുഞ്ഞു പള്ളി പൊളിക്കാൻ പോവാണ്. പുതിയ പള്ളി സൈഡിൽ ഉയരുന്നുണ്ടെങ്കിലും ഈ പള്ളിയിൽ ഞങ്ങളുടെയൊക്കെ ഒരു എൻറ്റയർ ചൈൽഡ്ഹുഡ് ഉണ്ട്. സ്ഥലം കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പള്ളിയിൽ ഓരോ മുക്കിലും മൂലയ്ക്കൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ കാറ്റിസം പഠിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലത് മാത്രം തന്നിട്ടുള്ള ഒരു പള്ളി. ഒരുപാട് നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടുകാർ, നല്ല കുറച്ച് അച്ഛന്മാർ, ഇവരെല്ലാവരും ചേർന്നിട്ട് ഈ ചെറിയൊരു പള്ളിയിനെ ഉണ്ടല്ലോ ഒരു സ്വർഗം തന്നെ ആക്കി മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വളരെ ചേർന്ന് നിന്നിട്ടാണ് കേട്ടോ കുർബാന എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും റിലേഷൻഷിപ്സും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ആരും തന്നെ പള്ളിയിലില്ലെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഞങ്ങളുടെ ഈ പള്ളി തൽക്കാലത്തേക്ക് വേണ്ടി പണിത ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പള്ളിയിൽ ചെന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ് പുതിയ ഒരു പള്ളി വേണം, പള്ളി പണിയണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതിങ്ങനെ നീണ്ടു പോയി. അവസാനം ഇപ്പോൾ ഞങ്ങൾക്കൊരു പുതിയ പള്ളി വരാൻ പോവാണ് അടുത്ത മാസം. പക്ഷേ ഇത് നീണ്ടു പോകും തോറും ഈ കുഞ്ഞു പള്ളിയായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കാരണം ആ പള്ളിയിലുള്ള എല്ലാവരോട് ചോദിച്ചാലും എല്ലാവർക്കും ഓരോ കഥകൾ ആ പള്ളിയെക്കുറിച്ച് പറയാനുണ്ടാവും. ഒരു പള്ളിയായിട്ട് ഇതുവരെ അത് തോന്നിയിട്ടില്ല. നമ്മുടെയൊക്കെ ഒരു വീട് അതുപോലെയായിരുന്നു. കാരണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ പള്ളി. എന്നെ സംബന്ധിച്ച് എൻ്റെ കുർബാന സ്വീകരണം നടന്നതും എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരെ എനിക്ക് കിട്ടിയതൊക്കെ ഈ ഒരു പള്ളിയിൽ നിന്നാണ് കേട്ടോ. ഇന്ന് കുർബാന കഴിഞ്ഞിട്ട് പള്ളിയിലെ ഓരോ സാധനങ്ങൾ ഓരോരുത്തരും എടുത്ത് പുതിയ പള്ളിയുടെ ഹാളിൽ കൊണ്ടുവച്ച് പിന്നെ അവസാനം അച്ഛൻ ആ കഥ ഇങ്ങനെ അടച്ചപ്പോണ്ടല്ലോ, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് എന്നേക്കുമായിട്ട് യാത്ര പറയുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ളതോ അല്ലെങ്കിൽ പള്ളിയായിട്ട് കുറച്ചൊക്കെ അറ്റാച്ച്ഡായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇന്ന് ഞങ്ങൾക്കൊക്കെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റായിരുന്നു അത് കേട്ടോ. എന്തായാലും നല്ലൊരു പള്ളി ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുങ്ങുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഈ കൊച്ച് വലിയ പള്ളിയെ ഒരുപാട് മിസ് ചെയ്യും.